നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കുന്ന വെൻ കറണ്ട് ഫ്ലോസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ഒരു പാരാഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് രാജുവിൻ്റെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാജു പറഞ്ഞിരിക്കുന്ന അവൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺ വാക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ് ഐ ടേൺഡ് ദ ടാപ്പ് ഓൺ ടു ബ്രഷ് മൈ ടീത്ത്. No water. I was about to switch on the motor when I remembered that there was no power supply yesterday. Since a tree had fallen on the line, I heard my mom cursing the power failure as she was unable to grind the socket rice in the mixie to prepare breakfast. My father and I helped her in completing the urgent work. എന്തായാലും പറഞ്ഞിരിക്കുന്ന രാജുവിൻ്റെ അനുഭവം എന്താ പറഞ്ഞിരിക്കുന്നത്? രാജു രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകില്ലേ? ബ്രഷ് ചെയ്യാൻ ചെയ്ത സമയത്ത് നിങ്ങൾ പൈപ്പ് തുറന്ന് നോക്കുമ്പോഴാണ് അതിൽ വെള്ളമില്ല. പിന്നെന്ത് ചെയ്തു? നേരെ പോയിട്ട് വെള്ളമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോട്ടർ ഇടാൻ നോക്കും. മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അതിൽ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് രാജു ഓർത്തത്, ഇന്നലെ മുതൽ കറണ്ട് ഇല്ലല്ലോ എന്ന്. ഓക്കെ, എന്ന് മാത്രമല്ല, എന്താ കാരണം കൊണ്ടാണ്? ഒരു മരം ഇലക്ട്രിക്കൽ ലൈനിൻ്റെ മുകളിൽ പൊട്ടി വീണപ്പോൾ അതെന്ത് സംഭവിച്ചു? അവിടെ പവർ സപ്ലൈ ഇല്ലാതെയായി. ഓക്കെ, അതിനുശേഷമാണ് അപ്പോഴാണ് അമ്മ എന്ത് ചെയ്യുന്നത്? ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുക. എന്താ കാരണം? രാവിലെ അത്രയും തിരക്ക് പിടിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുക. അപ്പോഴേക്കും കറണ്ട് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതേ അവസ്ഥ തന്നെ. എന്ത് ചെയ്തു? ഈ അരിയും ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അത് പൊടിക്കാൻ കഴിയുന്നില്ല. മിക്സിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, പൊടിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് വിഷയം. അപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് ഒരു വിധത്തിലൊക്കെ എന്ത് ചെയ്തു? അച്ഛനും ഈ രാജുവും കൂടി എന്ത് ചെയ്തു? അമ്മയുടെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇത് രാജുവിൻ്റെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ അനുഭവം ഒന്ന് എഴുതി നോക്കൂ. ഇതുപോലെ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പവർ സപ്ലൈ പോയിട്ടുണ്ടെങ്കിൽ അഥവാ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് കറണ്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി നോക്കാം. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഇൻവെർട്ടറൊക്കെ ഉണ്ട്. ഇൻവെർട്ടറൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. അഥവാ നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അങ്ങനത്തെ ഒരു വീടുകൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തിട്ടൊരു ചെറിയൊരു പാരഗ്രാഫിൽ എഴുതാം. ഇപ്പോൾ ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അല്ലേ? ആ അനുഭവം എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പവർ സപ്ലൈ വീട്ടിലില്ലെങ്കിൽ അഥവാ കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഈ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ? സോ നമുക്ക് ഇന്ന് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ എന്തൊക്കെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണെന്നുള്ള ഈ ഇതിലൂടെ തന്നെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വന്നത്. ആദ്യം നിങ്ങൾ ലെവലിൽ പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യത്തിൽ നിന്നാണ് വലിയ ലെവലിലേക്ക് നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ദ ടോർച്ച് ബൾബ് ഗ്ലോ. എങ്ങനെയാണ് ഒരു ടോർച്ച് ബൾബ് കത്തുന്നത് നോക്കാം. പ്രിപ്പയർ ആൻ അറേഞ്ച്മെൻറ്റ് ടു ലൈറ്റ് എ ബൾബ് യൂസിങ് 2 ടോർച്ച് സെൽസ്, 1 ടോർച്ച് ബൾബ് ആൻഡ് 2 പീസ് ഓഫ് കോപ്പർ വയർ. എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, പ്രിപ്പയർ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുക. ലൈറ്റ് അല്ലേ? അതിനെന്തൊക്കെയാണ് വേണ്ടത്? യൂസിങ് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 ടോർച്ച് സെൽസ് ഉണ്ട്, 1 ടോർച്ച് ബൾബ് ഉണ്ട്, ഒരു ടോർച്ച് ബൾബ് ഉണ്ട്, പിന്നെ
ടോർച്ച് ബൾബുണ്ട്, പിന്നെന്താണ് 2 പീസ് ഓഫ് കോപ്പർ വയർ, 2 കഷ്ണമായിട്ടുള്ള കോപ്പറിൻ്റെ വയറും ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാം അത് കത്തിക്കാനായിട്ട്. നമുക്കത് നോക്കാം, ഈ ചാപ്റ്ററിൻ്റെ ഇതിന് ശേഷം നോക്കാം. നമ്മൾ ആ അറേഞ്ച്മെൻറ്റിനെ പറഞ്ഞാൽ അങ്ങനെ ബൾബ് കത്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിസിറ്റി കത്തിക്കാനായിട്ട് നമ്മളൊരു ഒരു വിധത്തിൽ അറേഞ്ച് ചെയ്യൂലേ, ഇതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യൂലേ, ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണത്, ആ അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, സോ അവിടെ നിന്ന് പറയാണ് ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദി സർക്യൂട്ട്. തന്നിരിക്കുന്ന ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ. ഒരു എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ബൾബുണ്ട്, ടോർച്ചിൻ്റെ സെല്ലുണ്ട്, പിന്നെ കോപ്പറിൻ്റെ വയർ. നീല കളറൊന്നുമല്ല കേട്ടോ, കോപ്പറിനുണ്ടാകുക. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. ഓക്കെ, ഒരു ബ്രൗണിഷ് കളറാണ് കോപ്പറിന് ഉണ്ടാകുക. കോപ്പറിൻ്റെ വയറുണ്ട് അല്ലേ, എത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അതിൽ വെച്ചിട്ട് നമ്മളൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഇതെന്താണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് എക്സാമ്പിളാണ്. ഇതും ഒരു ഇലക്ട്രിക് സർക്യൂട്ട് തന്നെയാണ്. ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പിക്ചറൈസേഷൻ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളെല്ലാം ഇതാക്കി എടുക്കാൻ വേണ്ടി അല്ലേ. സോ ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ദി സർക്യൂട്ട്. എ പാത്ത് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ കറണ്ട് ടു ഫ്ലോ ഫ്രം വൺ ടെർമിനൽ ടു ദ അതർ ടെർമിനൽ ഓഫ് ദി ടോർച്ച് സെൽ ത്രൂ the copper wire and a bulb. The bulb glow when the circuit is complete. Such a circuit is called closed circuit. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഒരു ടെർമിനൽ മുതൽ മറ്റൊരു ടെർമിനൽ വരെ, ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഒരു അറ്റം മുതൽ മറ്റൊരു അറ്റം, അത്രയെങ്കിലും പറയാം. നമ്മൾ എപ്പോഴും എടുക്കുക പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെയാണ്. ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, അതായത് ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. മറ്റൊരു എൻഡ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഇതൊക്കെ നിങ്ങൾ ചെറിയ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കും. അപ്പം ബാറ്ററിയുടെ പോസിറ്റീവ്, അപ്പം മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് എൻഡ് മുതൽ തുടങ്ങിയിട്ട് ബൾബൊക്കെ കണക്ട് ചെയ്ത് ബൾബിൽ നിന്ന് നേരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരെ അല്ലേ, അത് എല്ലാ ഭാഗത്തും എന്താണ് ടച്ച് ചെയ്ത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടല്ലേ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ക്ലോസ് ആയിട്ട് നിൽക്കുന്നില്ലേ. ഈ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി, അതായത് ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാണ് മറ്റൊരു എൻഡ് വരെ അല്ലേ, ഒരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റൊരു എൻഡ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ബൾബിലേക്ക് വന്ന് ബൾബിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ബൾബിലേക്ക് സെല്ലിൻ്റെ നെഗറ്റീവ് എൻഡ് വരെ ഒരു എവിടെയും കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സർക്യൂട്ടിന്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സർക്യൂട്ടിനെ ക്ലോസ് സർക്യൂട്ട് എന്ന് പറയും. എവിടെയും വിട്ടു പോകുന്നില്ല, എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആക്കി പോകുന്ന സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഓർത്ത് വെക്കണം, ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, പിന്നെ എന്താണെന്ന് പറഞ്ഞത് രണ്ടാമത്തത് ക്ലോസ്ഡ് സർക്യൂട്ട്, അതിലൊരു ഭാഗം വിട്ടിട്ടില്ല. അപ്പോൾ ഇനി രണ്ടാമത്തെ സർക്യൂട്ടാണ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എവിടെയെങ്കിലും ഒരു ഭാഗം വിട്ടിട്ടുണ്ടാവും അല്ലേ, അങ്ങനത്തെ സർക്യൂട്ടാണ് എന്ത്, ഓപ്പൺ സർക്യൂട്ട്. ഇനി നോക്കണം, ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ സർക്യൂട്ടിൽ ഒരു ഭാഗം വിട്ടു നോക്കാം. ഇപ്പം നോക്കുക, ഇവിടെ ഈ ഭാഗം എന്തുണ്ട്, വിട്ടിട്ടില്ലേ ഇല്ലേ. നേരത്തെ എല്ലാം കൂടി അടുപ്പിച്ചായിരുന്നുണ്ടായിരുന്നത്. ഇതിൽ നേരത്തെ ഇവിടെ ഈ ഭാഗം അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ് വിട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സർക്യൂട്ട് എന്താണ്, ഇങ്ങനെ ഉണ്ടാകുന്ന സർക്യൂട്ടാണെന്ത്, ഓപ്പൺ സർക്യൂട്ട്. ഇതേപോലെ ഈ ഭാഗം നോക്കാം, ഈ ഭാഗത്തും വിട്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ സർക്യൂട്ട്. എന്താണ് ഓപ്പൺ സർക്യൂട്ട്? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഒന്ന് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്താണെന്ന് പഠിച്ചു, രണ്ടാമത്തത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഒന്നെന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്, രണ്ടാമത്തത് ഓപ്പൺ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ബൾബ് കത്തുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകണം. ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ ബൾബ് കത്തുന്നുണ്ടോ, ഈ ചിത്രത്തിൽ ബൾബ് കത്തുന്നുണ്ടോ, ഇല്ല. ഇവിടെയും ബൾബ് കത്തുന്നുണ്ടോ, ഇല്ല. ഇത് എന്തുകൊണ്ടാണ്, ഇത് ഓപ്പൺ സർക്യൂട്ടിൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ എന്ത് ചെയ്യില്ല, ബൾബ് കത്തില്ല അല്ലേ, ഒരു വസ്തുവും വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ബൾബ് കത്തുന്നില്ലേ, അല്ലേ. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് എന്ത് ചെയ്യുക, ബൾബ്
കത്തുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ബൾബിന് പകരം, ബൾബ് വെച്ചിട്ടില്ലേ, ഈ ബൾബിന് പകരം നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മളൊരു ബസർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ബസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ചെറിയ വീട്ടിലല്ലെങ്കിലും ചില ടോയ്സിലൊക്കെ കാണുന്നുണ്ടാവും, പീ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാകുന്നത്, ബീപ്പ് സൗണ്ട് ഉണ്ടാകുന്ന ഇത് അല്ലേ. അപ്പം ഇതാണ് ബസർ എന്ന് പറയും. ചെറിയൊരു ഇതാണ് എൻ്റെ യഥാർത്ഥ പിക്ചർ. അപ്പോൾ ഈ ബസർ, ഇതിന് പകരം ബസർ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ബസർ ഇതേപോലെ തന്നെ ബൾബ് കത്തുന്നതിന് പകരം എന്ത് ചെയ്യും, അവിടെ ബീപ്പ് സൗണ്ട് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതായത് ക്ലോസ്ഡ് സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും, ക്ലോസ്ഡ് സർക്യൂട്ടിൽ അവിടെ ബൾബ് കത്തുകയാണെങ്കിൽ അതിന് പകരം ബീപ്പ് സൗണ്ട് ഉണ്ടാകും. ഓക്കെ. ഇനി അത് ഓപ്പൺ സർക്യൂട്ട് ആയാലോ, അതെങ്കിലും എവിടെയെങ്കിലും ഒരു വിട്ടുപോയിട്ടുണ്ടെങ്കിലോ, ഓപ്പൺ സർക്യൂട്ടിൽ ഉണ്ടാവും, ആ ബീപ്പ് സൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ. അതായത് ഓപ്പൺ സർക്യൂട്ടിൽ ബസർ വർക്ക് ചെയ്യില്ല, സൗണ്ട് ഉണ്ടാവില്ല. ക്ലോസ്ഡ് സർക്യൂട്ട് ആയാൽ എന്ത് ചെയ്യും, ബസർ വർക്ക് ചെയ്യും അല്ലേ. ഇനി അടുത്ത എന്ത് ചെയ്യാം, ഈ മോട്ടർ ഉപയോഗിക്കാം. ഈ ബസറിൻ്റെ സ്ഥാനത്തെ മോട്ടർ കണക്ട് ചെയ്യാം. ഒരു രണ്ട് വയറില്ലേ, അപ്പോൾ രണ്ട് വയറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, മോട്ടർ വർക്ക് ചെയ്യും. ക്ലോസ്ഡ് ആയാൽ എന്ത് ചെയ്യും, ആ മോട്ടർ വർക്ക് ചെയ്യും. എന്നാൽ എന്താണത് എവിടെയെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അത് വർക്ക് ചെയ്യില്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് മിനി മോട്ടറാണ്. മിനി മോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേഞ്ചിലുള്ള, നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാം, ടോയ്സിലൊക്കെ ഉണ്ടാകുന്നത് മിനി മോട്ടറാണ്. വലിയ മോട്ടറിലൊന്നും എന്ത് ചെയ്യില്ല, ഈ രണ്ട് ഈ ബാറ്ററി കണക്ട് ചെയ്താൽ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഒരു ബാറ്ററിക്ക് തന്നെ 1.5 വാട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, വോൾട്ടതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒന്നിന്. അപ്പോൾ രണ്ടിന് നോക്കുകയാണെങ്കിൽ 3 വോൾട്ടേ ഉണ്ടാവുള്ളൂ. ഈ 3 വോൾട്ടിന് ഈ വലിയ മോട്ടറൊന്നും നമ്മൾ വർക്ക് ചെയ്യില്ല. ഈ പറഞ്ഞിരിക്കുന്ന മിനി മോട്ടർ, ബസർ ഇതുപോലുള്ള വസ്തുക്കളൊക്കെ, ചെറിയ ബൾബുകൾ, ഇതൊക്കെയൊക്കെ അതിന് വർക്ക് ചെയ്യുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3. ആദ്യത്തെ സർക്യൂട്ടിൽ നമ്മൾ എന്തായിരുന്നു, ബൾബായിരുന്നു കണക്ട് ചെയ്തത് അല്ലേ. രണ്ടാമത്തെ സർക്യൂട്ടിൽ നമുക്ക് അതായത് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ്, എവിടെ നിന്നാണ് സോഴ്സ് കിട്ടിയിരിക്കുന്നത്, എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി പുറപ്പെടുന്നത്, ആ ടോർച്ചിൽ നിന്നല്ലേ. അപ്പോൾ ടോർച്ച് സെൽസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് സോഴ്സ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താണ്, ഇലക്ട്രിക് ഡിവൈസ് എന്തായിരുന്നു, ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതായിരുന്നു, ബൾബായിരുന്നു ആദ്യത്തെ സർക്യൂട്ടിൽ. അതിനുപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്ന വയർ എന്തായിരുന്നു, കോപ്പർ വയറാണ് അല്ലേ. കോപ്പർ വയർ മാത്രമല്ല കേട്ടോ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുക, കൂടുതലും കോപ്പർ വയർ ഏറ്റവും നല്ലത്. പിന്നെ അലൂമിനിയം ഉപയോഗിക്കാം, സിൽവറൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കള്ളന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ, ഗോൾഡൊക്കെ അതിൽ ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കാത്തത് ഇതുപോലുള്ള മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനത്തെ വയറുകളൊക്കെ ഉപയോഗിക്കാം. മെറ്റലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സോ അതിൽ ഇവിടെ നമ്മൾ കോപ്പർ വയറാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സർക്യൂട്ടിലെ സോഴ്സ് ഏതാണ്, അവിടെയും ടോർച്ച് സെല്ലിൽ നിന്നല്ല ഈ വൈദ്യുതി പുറപ്പെടുന്നത്. അതുകൊണ്ട് പുറപ്പെടുന്നത് അതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ വൈദ്യുതി തുടങ്ങുന്നത്, വൈദ്യുതി എവിടെ നിന്നാണോ കിട്ടുന്നത്, അത് സെല്ലിൽ നിന്നല്ലേ, ബാറ്ററിയിൽ നിന്നല്ലേ അല്ലേ. ബാറ്ററി സെല്ല് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ബാറ്ററി എന്താ സെല്ലാന്നുള്ളത് ഇതൊന്ന് വിശദമാക്കിയൊന്നുമില്ല, അടുത്ത ക്ലാസ്സിൽ വിശദമാക്കി പറഞ്ഞുതരും. അടുത്തത്, ആ ബൾബിന് പകരം ബസർ ഉപയോഗിച്ചു അല്ലേ രണ്ടാമത്തെ സർക്യൂട്ടിൽ. അവിടെ ഉപയോഗിക്കുന്ന വയർ ഏതാ, കോപ്പർ വയർ തന്നെ. ഇനി സർക്യൂട്ട് 3 അവിടെ എന്താണ്, ടോർച്ച് സെല്ല് തന്നെയാണ്. അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർച്ച് സെല്ലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസ് എന്താണ്, മിനി മോട്ടറിന് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങളവിടെ മിനി മോട്ടർ എന്ന് എഴുതി വെക്കണം. ഓക്കെ, നോട്ടിലൊക്കെ എഴുതുമ്പോൾ മിനി മോട്ടർ എന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താണ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വയർ കോപ്പർ വയർ തന്നെ. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതിൽ ഒന്ന്, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ബാറ്ററിയോ, പിന്നെ എവിടെ നിന്നൊക്കെയോ ബാറ്ററിയോ സെൽസോ എവിടെ നിന്നാണോ വൈദ്യുതി കിട്ടുന്നത്, അതാണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിവൈസ് ദാറ്റ് യൂസ്ഡ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എക്സാമ്പിളാണ് നമ്മുടെ ടോർച്ച് സെല്ല്, ഈ ഇതുപോലെ ഒരുപാട് സെല്ലുകളുണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ലിഥിയം, അങ്ങനെ പല വിധത്തിലുണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതൊക്കെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി ഡിവൈസ് ദാറ്റ് യൂസ് ടു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ ബൾബ് ഉപയോഗിക്കാം, നമ്മുടെ ബസർ ഉപയോഗിച്ചു,
നമ്മുടെ എന്താണ് എന്താ ഉപയോഗിച്ചത്, നമ്മുടെ മിനി മോട്ടർ, ഇങ്ങനെ പല ടോയ്സുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ പറയുന്ന ഡിവൈസാണ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി വയർ ദാറ്റ് കണക്ട് ഇലക്ട്രിസിറ്റി, അതിൽ എന്തൊക്കെ ഉപയോഗിക്കാം? കോപ്പർ വയർ ഉപയോഗിക്കാം, അലൂമിനിയം വയർ ഉപയോഗിക്കാം, ഇങ്ങനെ പല വയറുകൾ ഉപയോഗിക്കാം. അതാണ് എന്ത് വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് എത്രയാണ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിന് പ്രധാനമായിട്ടും എന്തൊക്കെ ആവശ്യമാണ്? ഒന്ന് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, രണ്ട് ഡിവൈസ് ദാറ്റ് യൂസ് ടു ഇലക്ട്രിസിറ്റി, മൂന്നാമത്തെ എന്താണ് വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വയർ. ഇത് മൂന്നും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ ഈ പറയുന്ന ചിത്രം ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ, അതോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ ഓപ്പൺ സർക്യൂട്ടാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും കിട്ടുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.